നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം വിശദമായി. ആദ്യ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. Late celebration, a bit of a surprise, and there is a review designed. So let's have a look at this one. TV Empire Director, review for leg before. Start from the front foot, please. Yes, that's a process. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 6ാം നാളിലും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. അനുനയ നീക്കത്തിന് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം നേതൃത്വം തേടിയേക്കും. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലും 3 നേതാക്കളിൽ മുഖ്യനാരെന്ന ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. സോണിയാഗാന്ധിയുടെയും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, K മുരളീധരൻ എന്നിവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. ഘടകകക്ഷികളുടെ അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം തേടും. മുതിർന്ന കോൺഗ്രസ് നേതാവ് D സുധാകരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിലേക്ക് പോയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും നേരിട്ടുള്ള തുടർ ചർച്ചകൾ. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. നേരത്തെ ഉണ്ടാവും ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. വേവുവോളം കാക്കാമെങ്കിൽ 6 വോളം കാക്കാമെന്ന് K മുരളീധരൻ. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ നേതാക്കളെ പരിഗണിക്കുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. അതിനിടെ ഡൽഹിയിലെത്തിയ MP കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. 24 ഡൽഹി. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. മുഖ്യമന്ത്രി മോഹവുമായി നേതാക്കൾ കറങ്ങി നടക്കുകയാണ് എന്നൊക്കെയാണ് പരിഹാസം. മോദിക്ക് മറവി രോഗമെന്ന് ഡൽഹി ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. अरे भाई केरल में तो पूर्ण बहुमत है, वहां तो बना लो. ये इकोसिस्टम केरल के लिए चुप है. नेता नहीं तर्क पर रहे. 2.5 साल की फॉर्मूला करे कि 1 साल के 5 मुख्यमंत्री की फॉर्मूला करे, अभी तक उनको नतीजा हाथ नहीं लग रहा है. और अपने पार्टी के नेताओं को भी वादे करना और फिर पीठ में छुरा भोंकना. നരേന്ദ്രമോദി ആലോചിക്കേണ്ടത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ മോഡിക്ക് 50 ദിവസം വേണ്ടി വന്നു. മറവി രോഗം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിയ 50 ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഡൽഹിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയാണ് ഇപ്പം ഞങ്ങളെ വിമർശിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും നരേന്ദ്രമോദി മറക്കരുത്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ ചർച്ചകളും, ഇത് ജനാധിപത്യ പാർട്ടിയാണ്, ഇത് ഏകാധിപത്യ പാർട്ടിയല്ല. നാഗ്പൂരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഇത്. ഇത് എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. AICCക്ക് എല്ലാ കാലത്തും ഒരു പ്രോസസ് ഉണ്ട്. ഒരു വശത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ആരൊക്കെ മന്ത്രിസഭയിലെത്തുമെന്ന ചർച്ചകളും സജീവമാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് 4 പേർ മന്ത്രിസഭയിലെത്തിയേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ. മുഖ്യമന്ത്രി ചർച്ച ഒരു വശത്ത് നടക്കുന്നതിനോടൊപ്പം മന്ത്രിമാർ ആരാകുമെന്ന ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇത്തവണയും കോട്ടയം ജില്ലയിൽ 4 മന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സാധ്യതയേറെയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും മന്ത്രിയാകാൻ തന്നെയാണ് തിരുവഞ്ചൂരിന്റെ ആഗ്രഹം. ചാണ്ടിയുമ്മനും സാധ്യതാ പട്ടികയിലുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതും പരിഗണിക്കപ്പെട്ടേക്കും. ഘടകകക്ഷി നേതാക്കളിൽ പ്രധാനിയായതിനാൽ മോൻസ് ജോസഫ് മന്ത്രിസഭയിൽ ഉണ്ടാകും. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. UDF സ്വതന്ത്രനായി വിജയിച്ച മാണി സി കാപ്പന്റെ കാര്യത്തിൽ പക്ഷേ ആശങ്കകളുണ്ട്. എങ്കിലും ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പൻ മന്ത്രിയായേക്കും. ഇങ്ങനെ വന്നാൽ 4 മന്ത്രിമാർ ജില്ലയിൽ നിന്നുണ്ടാകും. മുഖ്യമന്ത്രി ആരാകുമെന്നതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നാട്ടക സുരേഷ് അടക്കം മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്.
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 മന്ത്രിമാരും ചീഫ് വിപ്പും ജില്ലയിൽ നിന്നുണ്ടായിരുന്നു. 24 കോട്ടയം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPM പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന് തീരുമാനമായില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും പ്രതിപക്ഷ നേതൃസ്ഥാനവും യോഗം നാളെ ചർച്ച ചെയ്യും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത CPI ദേശീയ കൌൺസിൽ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനമുയർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും പശ്ചിമബംഗാളിലുമുണ്ടായ പരാജയങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലാണ് ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം PB യോഗം നാളെയാണ് വിശദമായി ചർച്ചയ്ക്കെടുക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള അനുമതി പോളിറ്റ് ബ്യൂറോ നൽകിയേക്കും. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തോട് പിണറായി വിജയൻ പ്രതികരിച്ചില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം അങ്ങ് ഏറ്റെടുക്കുമോ? പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കിട്ടുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്നാൽ CPIയുടെ ആവശ്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഞാൻ ചർച്ച ചെയ്തിട്ടില്ല, സംസ്ഥാന സെക്രട്ടറി ഞാനും തമ്മിലും ചർച്ച ചെയ്തിട്ടില്ല. ബാക്കി എന്താ ചർച്ച ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. നിങ്ങളോട് പറയാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ എന്നുള്ളതാണ് സത്യം. കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന ഘടകം ഇന്ന് PBയിൽ വെച്ചു. ഈ മാസം 22-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി അവലോകനം ചെയ്ത CPI ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ കൌൺസിൽ യോഗങ്ങളിൽ ജനവികാരം തിരിച്ചറിയാൻ കഴിയാത്തതിൽ സംസ്ഥാന ഘടകത്തിനെതിരെ വിമർശനമുയർന്നു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIMനെതിരെ CPI രംഗത്ത്. ആശാസമരത്തിൽ CPIയുടെ അഭിപ്രായം പരിഗണിച്ചില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പുവെച്ചതിനെ തിരുത്താൻ CPIക്ക് സാധിച്ചു. കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ LDF സർക്കാർ ശ്രമിച്ചില്ലെന്നും ബിനോയ് വിശ്വത്തിന്റെ കുറ്റപ്പെടുത്തൽ. ആശാസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് ആ സമരം ചർച്ചയിലൂടെ ന്യായമായിട്ട് തീർക്കണമെന്നായിരുന്നു. അത് തീർക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഞങ്ങൾ ഇടപെട്ട് പറഞ്ഞിട്ടുമുണ്ട് ബന്ധപ്പെട്ടവരോട്. പക്ഷേ അതിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പരിഗണന കിട്ടിയിട്ടില്ല. വേറൊന്നുകൊണ്ടുമല്ല, ആ സമരത്തെപ്പറ്റി ചില കേന്ദ്രങ്ങൾ കണ്ടത് മുൻവിധിയോട് കൂടിയാണ്. അത് ഞങ്ങൾ പലവട്ടം പറഞ്ഞ കാര്യമാണ് സർക്കാരിനോട്. എന്തുകൊണ്ടോ സർക്കാരിന് അതിനകത്തൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റിയില്ല. പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ് കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ, പ്രശ്നങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ പോയോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരും ചിന്തിക്കണം. പക്ഷേ PMCയിൽ വിജയമുണ്ടായി. അതിൽ CPI എടുത്ത നിലപാടിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ അഭിമാനമുണ്ടായി ഇടതുപക്ഷത്തിന്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വോട്ടു ചോർച്ച ഉണ്ടായി എന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ. CPIM ശക്തി കേന്ദ്രങ്ങളിലും വലിയ വിള്ളലുണ്ടായെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തിരിച്ചടിയായെന്നും അഹമ്മദ് ദേവർകോവിൽ 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ CPIM വോട്ടുകൾ BJPക്ക് ലഭിച്ചെന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലും വോട്ട് ചോർച്ച ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ രംഗത്തെത്തിയത്. സൗത്തിൽ നേരത്തെയുള്ളതിൽ കൂടുതൽ വോട്ടുകൾ BJP നേടിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഏത് പാർട്ടിയുടെ വോട്ടുകളാണെന്നത് വിശകലനം ചെയ്ത ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. LDFന്റെ മൂന്നാം ഊഴം പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളോട് അന്ന് തന്നെ ഞങ്ങളുടേതായ പ്രതികരണം ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അനവസരത്തിൽ അനാവശ്യമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അനവസരത്തിൽ അനാവശ്യമായ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. ഇടതുമുന്നണിക്കുള്ളിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. 2021 30,000 വോട്ടുകൾ നേടിയ BJP ഇത്തവണ 39,000-ലധികം വോട്ടുകളാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നേടിയത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. സംസ്ഥാനത്തെ സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമബത്ത കൂട്ടി. IAS, IPS, IFS ഉദ്യോഗസ്ഥരുടെ DA 58% നിന്ന് 60%-ആയാണ് കൂട്ടിയത്. കേന്ദ്ര ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചതിന് ചുവട് പിടിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിൽ സമാധാനം എത്രയകലെ?
ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. അതേസമയം UAE-യിൽ നാളെ ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കും. കഴിഞ്ഞ 3 ദിവസവും UAE-യെ മാത്രം ആക്രമിച്ച ഇറാൻ ഇന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു. ഇറാൻ കപ്പലുകൾ അമേരിക്കയെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സഹായിക്കുന്നവരെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാനിൽ നിന്ന് 2 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുണ്ടായെന്ന് UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈറ്റിലേക്ക് നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ഖത്തർ, UAE, കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. അതിനിടെ UAE-യിൽ നാളെ മുതൽ ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം കണക്കിലെടുത്ത് കഴിഞ്ഞയാഴ്ച പഠനം ഓൺലൈനാക്കി മാറ്റിയിരുന്നു. 24 ദുബായ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14 നിർദ്ദേശങ്ങളിൽ അമേരിക്കയ്ക്ക് ഇറാൻ മറുപടി നൽകി. ഹോർമുസിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ നൽകിയതെന്നാണ് സൂചന. അതേസമയം ചർച്ചകൾ നടത്തുക എന്നാൽ കീഴടങ്ങുക എന്നല്ല അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ടുവച്ച 14 നിർദ്ദേശങ്ങളിലാണ് ഇറാൻ വൈകിയാണെങ്കിലും മറുപടി നൽകിയത്. ഹോർമുസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായേക്കില്ലെന്നാണ് റിപ്പോർട്ട്. ലെബനോൺ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാൻ നിർദ്ദേശം മുന്നോട്ടുവച്ചതായി സൂചനയുണ്ട്. പാകിസ്ഥാൻ വഴി നൽകിയ മറുപടിയുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വന്നേക്കും. അതിനിടെ ചർച്ചകളെന്നാൽ കീഴടങ്ങലെന്ന അർത്ഥമില്ലെന്ന് ഓർമ്മിപ്പിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇറാന്റെ ദേശീയ താൽപര്യങ്ങളും ഇറാനിയൻ ജനതയുടെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നും പെസഷ്കിയാൻ ആവർത്തിച്ചു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെ സൈനിക കമാൻഡർ അലി അബ്ദുല്ലഹി സന്ദർശിച്ചതായി ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൂടിക്കാഴ്ചയിൽ ഇറാന്റെ സായുധ സേനയെ പ്രശംസിച്ച മുജ്തബ ശത്രുക്കളെ ശക്തമായി നേരിടണമെന്ന് സൈന്യത്തോട് ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തുടർന്നും നേതൃത്വം നൽകുമെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ നേരത്തെ വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നു. കോവിഡ് കാലത്തിനുള്ള സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം. കർണാടകയിലെ പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം വന്നിരിക്കുന്നത്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സജു, ഒരുപക്ഷെ ഈ രീതിയിലുള്ളൊരു പ്രതികരണം, അതും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇങ്ങനെ നടത്തുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം പാലിക്കണം എന്നൊരു നിർദ്ദേശം, ഒരു ആഹ്വാനം പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്? പ്രധാനമായിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്തിന് സമാനമായി തന്നെ ജനങ്ങൾ നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തണം, പാലിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് എണ്ണവില അതികഠിനമായി മുൻപോട്ട് പോവുകയാണ്. വലിയ തോതിൽ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് അതോടൊപ്പം തന്നെ വിദേശ നിർമ്മിത സാധനങ്ങളുടെയും വില വർധനവ് കാരണം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ആഗോള തലത്തിൽ ഈ വിഷയങ്ങളൊക്കെ അലട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എണ്ണവില നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങരുതെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം ജനങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്ത് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തുള്ള എണ്ണ നിക്ഷേപം, കരുതൽ നിക്ഷേപം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മുൻഗണനാ ക്രമത്തിൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ അതായത് ഹോർമൂസ് കടലുകൾക്ക് വഴി ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാധാരണ നിലയിലേക്കുള്ള എണ്ണ കപ്പൽ അല്ലെങ്കിൽ എണ്ണ ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നിലവിലുള്ള എണ്ണയുടെ വില, പെട്രോളിന്റെയും ഡീസലിന്റെയും വില അതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിലയ്ക്ക് തന്നെ തുടരുകയാണ്. അതൊരു വലിയ വർധനയിലേക്ക് പോകാതിരിക്കണമെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള കരുതൽ നിക്ഷേപം അതെന്തായാലും തുടരണം. ഈ സ്ഥിതിക്ക് ഇന്ത്യയുടെ നിക്ഷേപകരമായിട്ടുള്ള രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് പ്രധാനമന്ത്രി ജനങ്ങളോട് ഇപ്പോൾ കർണാടകയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന എല്ലാ ജനങ്ങളും
പാലിക്കണമെന്നുള്ളതാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതലായി ജനങ്ങൾ ആശ്രയിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കരുതൽ നിക്ഷേപം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്തിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ പാലിക്കണം, വിദേശ യാത്രകൾ കുറയ്ക്കണം, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. തമിഴകത്ത് ഇനി ദളപതി യുഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് DMK. മുൻമന്ത്രി KN നെഹ്റുവാണ് പ്രതിപക്ഷ ഉപനേതാവ്. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. വിജയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണറായി വിജയനും ആശംസകൾ നേർന്നു. முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി തമിഴ്നാടിന്റെ തലൈവർ. ട്വിസ്റ്റുകൾക്കും സസ്പെൻസിനും ഒടുവിൽ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകത്തിലില്ലാത്ത ഭാഗങ്ങളോടെ വിജയ് സത്യപ്രതിജ്ഞ തുടങ്ങി. എന്നാൽ നിശ്ചയിക്കപ്പെട്ട സത്യവാചകം ചൊല്ലാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർദ്ദേശിക്കുകയായിരുന്നു. സി ജോസഫ് വിജയ് എന്നും ഞാൻ தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி നിറഞ്ഞു കവിഞ്ഞ ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓരോ വാചകത്തിനും കയ്യടി. ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றுം. വിജയ്ക്ക് ശേഷം 9 പേർ മന്ത്രിസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് ശേഷം സെക്രട്ടേറിയറ്റായ സെന്റ് ജോർജ് കോട്ടയിലേക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ഓഫീസിലെത്തി വിജയ് ചുമതലയേറ്റു. പ്രധാനപ്പെട്ട 3 ഫയലുകളിൽ വിജയ് ഒപ്പിട്ടു. സർക്കാരിന്റെ ഭാഗമെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു. മാതാപിതാക്കളായ SA ചന്ദ്രശേഖറും ശോഭാ ചന്ദ്രശേഖറും ചടങ്ങിനെത്തി. തൃഷയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. സർക്കാരിന് പിന്തുണ നൽകിയ CPM, CPI, മുസ്ലിം ലീഗ്, VCK പ്രതിനിധികളും ചടങ്ങിനെത്തി. എന്നാൽ DMK-യും AIADMK-യും വിട്ടുനിന്നു. അധികാരമേറ്റതിന് പിന്നാലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലം വിജയ് ഒഴിഞ്ഞു. പെരമ്പൂർ നിലനിർത്തി. ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി DMK തിരഞ്ഞെടുത്തു. മുൻമന്ത്രി KN നെഹ്റുവാണ് പ്രതിപക്ഷ ഉപനേതാവ്. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. 12-നാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. വിജയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണറായി വിജയനും ആശംസ നേർന്നു. 59 വർഷങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാതെ ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. തമിഴ് തിരൈപ്പടത്തിൻ ദളപതി ഇനിമേ തമിഴ്നാട്ടിൻ മുതലമച്ചർ. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. തമിഴകത്തെ ഇനി നയിക്കുക വിജയ് ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളാണ്. AIADMK സർക്കാരിൽ മന്ത്രിയായിരുന്ന KA സെങ്കോട്ടയ്യന് മാത്രമാണ് ഭരണത്തിൽ മുൻപരിചയമുള്ളത്. ശിവകാശിയിൽ നിന്ന് വിജയിച്ച 29-കാരി S കീർത്തനയാണ് മന്ത്രിസഭയിലെ യുവമുഖം. രാഷ്ട്രീയ പരിചയം, യുവപ്രാതിനിധ്യം, ജാതി സമവാക്യം എന്നിവയ്ക്കൊപ്പം പാർട്ടിയുടെ വളർച്ചയിൽ ഒപ്പം നിന്ന വിശ്വസ്തരെയും ഉൾപ്പെടുത്തിയാണ് വിജയ് മന്ത്രിസഭ. വിജയ്ക്ക് ശേഷം TVK ജനറൽ സെക്രട്ടറി N ആനന്ദാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. N ആനന്ദ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசின்பால் ഉണ്മയാന നമ്പിക്കയും മാറാക പற்றும் കൊണ്ടിരുപ്പേൻ. ചെന്നൈ T നഗറിൽ നിന്ന് ജയിച്ച ആനന്ദ് മുമ്പ് പുതുച്ചേരി നിയമസഭാംഗമായിരുന്നു. പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് നേതാവായിരുന്ന ആനന്ദ് വിജയ് ഫാൻസ് അസോസിയേഷൻ നേതാവുമായിരുന്നു. TVK തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലക്കാരൻ ആധവ് അർജുന വിജയ്ക്ക് ശേഷം 3ാമതായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായ ആധവ് സാന്റിയാഗോ മാർട്ടിന്റെ മരുമകനുമാണ്. ഇന്ത്യ നാട്ടിൻ ഒപ്പില്ലാத முழு முதல் ஆட்சியையும் ஒருமையையும்
നിലനിർത്തുവേൻ என்றுം മുൻ IRS ഓഫീസറും ഡോക്ടറുമായ KG അരുൺരാജ് തിരുച്ചെങ്ങോട് നിന്നാണ് വിജയിച്ചത്. തമിഴ്നാട്ട് அரசின் அமைச்சராக உண்மையாகவும் உளச்சான்றின் படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் TVKയുടെ നയരൂപീകരണത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ് അരുൺരാജ്. KA സെങ്കോട്ടയ്യനാണ് മന്ത്രിസഭയിൽ മുൻ പരിചയക്കാരൻ. MGRനൊപ്പവും ജയലളിതയ്ക്കൊപ്പവും പ്രവർത്തിച്ച പരിചയമാണ് സെങ്കോട്ടയ്യന്റെ കരുത്ത്. என்று விருப்பு வெறுப்பு விளக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையாக செய்வேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். TVK ട്രഷറർ P വെങ്കട്ടരമണനുമായി രാഷ്ട്രീയത്തിലിറങ്ങും മുമ്പുള്ള സൗഹൃദമാണ് വിജയ്ക്ക്. മന്ത്രിസഭയിലെ യുവമുഖമായ S കീർത്തന ശിവകാശിയിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. இந்திய அரசியல் அமைப்பின் பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் BJP, AIADMK പാർട്ടികളിൽ പ്രവർത്തിച്ച ശേഷം ഇക്കഴിഞ്ഞ വർഷമാണ് CTR നിർമ്മൽ കുമാർ TVKയിലെത്തിയത്. യൂട്യൂബറും മാധ്യമപ്രവർത്തകനുമാണ് A രാജ്മോഹൻ. ദന്ത ഡോക്ടറായ TK പ്രഭു കാരൈക്കുടിയിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. 24 ചെന്നൈ. തിരികെ വാർത്തകളിലേക്ക്. ഹാൻഡ വൈറസ് ബാധിച്ച MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപായ ടെനറൈഫിലാണ് നിലവിൽ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. യാത്രക്കാരെ വിമാനമാർഗം അതാത് രാജ്യങ്ങളിലേക്കായിരിക്കും മാറ്റുക. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 ദിവസത്തെ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശമുണ്ട്. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപായ ടെനറൈഫിൽ നിന്നാണ് യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത്. യാത്രക്കാരിൽ രോഗലക്ഷണങ്ങളില്ലെന്ന് സ്പാനിഷ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും 72 മണിക്കൂർ യാത്രക്കാർ ഐസൊലേഷനിൽ തുടരണമെന്നാണ് നിർദ്ദേശം. പുറത്തെത്തിക്കുന്ന യാത്രക്കാരെ സീൽ ചെയ്ത ബസ്സുകളിലേക്ക് മാറ്റിയ ശേഷമാണ് ദ്വീപിലെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക. അതേസമയം ബ്രിട്ടീഷ് പൗരന്മാരായ 20 യാത്രക്കാർ ഇന്ന് തന്നെ UK മടങ്ങും. രാജ്യത്ത് തിരിച്ചെത്തുന്നവരെ ഐസൊലേഷനിലേക്ക് മാറ്റുമെന്നാണ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിരിക്കുന്നത്. 72 മണിക്കൂർ ആശുപത്രി ഐസൊലേഷന് ശേഷം യാത്രക്കാർ 45 ദിവസം വീടുകളിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശമുണ്ട്. 20ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ കപ്പലിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം നേരിട്ടെത്തിയാണ് ഒഴിപ്പിക്കൽ നടപടി ഏകോപിപ്പിക്കുന്നത്. ഹാൻഡ വൈറസ് മറ്റൊരു കോവിഡല്ലെന്നും ടെഡ്രോസ് അദാനം വ്യക്തമാക്കി. നാളെയോടെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കും. ലഗേജുകൾ കപ്പലിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ കപ്പലിലുള്ളവരെ ദ്വീപിലിറക്കുന്നതിനെതിരെ ടെനറൈഫ് ദ്വീപ് നിവാസികൾ പ്രതിഷേധം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. അതിലേക്ക് I couldn't come yesterday because of some other work was there in Delhi. So I stayed back. Today evening I am coming back. The decision will be taken by the Congress High Command. We are all awaiting for that decision. Whatever decision the High Command takes, we will accept. Prime Minister Narendra Modi is commenting that the way Congress is taking time to form taking the name of the CM as well to decide. How do you see these comments, sir? See, the Prime Minister's comment is unwarranted because in Delhi, where the Prime Minister is staying, they decided that the Chief Minister, after 50 days, after the election, they took 50 days to announce the Delhi Chief Minister. He has to answer that. Now only 5 days are left. We have a democratic practice. Observers came here. They met all the MLAs individually and collectively. After that, they have submitted the report. The leaders were called to Delhi. Sri Rahul Gandhi and Congress President Khargeji spoke to all of us. Now decision is left to the Congress High Command. One minute. Where is the delay? The Prime Minister should explain why he has taken 50 days after the election to install a Chief Minister in Delhi. He has to answer that first. Any message of High Command on the poster war? That is over. That is over. We are a democratic party. We have always take the views of the people. Democratically, we are functioning. We are not deciding without any discussion. Mr. Narendra Modi and Amit Shah is deciding themselves. Or by the dictates of the RSS, they are deciding everything. They are going by the dictates of Nagpur. But we are going by the dictates of the people. That is the difference between Congress and BJP. ഡൽഹിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ്
കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടന്നതാണ്. അങ്ങനെ എന്തെങ്കിലും? അതൊന്നും എനിക്കറിയില്ല. ഒന്നും അങ്ങനെ ഞങ്ങളാരും കണ്ടില്ല. മാധ്യമങ്ങൾക്ക് എന്തും എഴുതാവില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവിടെ ഇരുന്നത്. ഓരോരുത്തരോടാണ് അവർ നേതാക്കന്മാർ സംസാരിച്ചത്. കെ.സി. വേണുഗോപാലാണ് എം.എൽ.എമാരുടെ പിന്തുണ കൂടുതലെന്നാണ്. അല്ല, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. ഇനി പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. യെസ്, ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് വൈകിയത്, എന്തുകൊണ്ടാണ് ഇന്നലെ എത്താത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. മറ്റു ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ തുടരുകയായിരുന്നു. മറ്റു നേതാക്കളൊക്കെ ഇന്നലെ എത്തി, താൻ ഇന്നെത്തി, അതിലൊന്നും മറ്റൊന്നും കാണേണ്ടതില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നടത്തിയ വിമർശനം, അത് ആ ചോദ്യവും ഉണ്ടായിരുന്നു. അതിന് നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഇവിടെ രമേശ് ചെന്നിത്തല ആവർത്തിച്ചത്. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇലക്ഷൻ കഴിഞ്ഞ് 50 ദിവസം വേണ്ടി വന്നത് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ? അക്കാര്യത്തിൽ ആദ്യം പ്രധാനമന്ത്രി മറുപടി പറയട്ടെ, എന്നിട്ട് മാത്രം ഈ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന കാര്യമാണ് വീണ്ടും ചെന്നിത്തല അവിടെ ചോദിച്ചത്. 8 എഡിഷൻ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.